നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഇങ്ങനെയൊക്കെ പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം സത്യമാണോ? റീസെന്റ് ഒരു മാളിൽ വെച്ചിട്ട് കുറച്ച് ആളുകൾ ചേർന്ന് ഒരു പോലീസുകാരനെ തല്ലുന്ന വീഡിയോ വൈറലായിരുന്നു. ഇതിനു മുമ്പ് ഒരു പബ്ലിക് ഈവന്റിൽ വെച്ച് ഇതേ പോലീസുകാരൻ ഈ ആളുകളെ ലാത്തി വെച്ച് തല്ലിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ തല്ല്. ആ ഇൻസിഡന്റിന്റെ പൊളിറ്റിക്കൽ സൈഡോ ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സ് നോക്കിയാൽ ആ അടി കിട്ടിയത് നന്നായി, അവന് അങ്ങനെ തന്നെ വേണം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു പോലീസുകാരന് തല്ല് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ സന്തോഷിക്കുന്നത്, അത് നന്നായി എന്ന് പറയുന്നത്? ഈ ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ ഓടിയ വീഡിയോകളിലൊന്നാണ് പോലീസ് സേനയിലെ സ്ട്രെസ്സും ജോലിയിലെ ഡിഫിക്കൽട്ടീസിനെ പറ്റിയുള്ളത്. പക്ഷെ അതേസമയം പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു വശമാണ് അവരുടെ അൺപ്രൊഫഷണലിസവും ക്രിമിനൽ മെന്റാലിറ്റി. ഈ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള പോലീസുകാരോടുള്ള ദേഷ്യമാണ് ഒരർത്ഥത്തിൽ ആദ്യം കണ്ട വീഡിയോസിൽ വന്ന കമന്റ്സിലൊക്കെ കാണുന്നത്. മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്ന ഈ പോലീസുകാർക്കെല്ലാം രണ്ടെണ്ണം കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നതാണ് ഇന്ന് ഭൂരിഭാഗം മലയാളികൾ. ഈ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാർ വരും. അവർ നിങ്ങളോട് പേര് ചോദിക്കുന്നു. പേര് പറഞ്ഞ ഉടനെ അറസ്റ്റ് ചെയ്ത് ജീപ്പ് കയറ്റി നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിലെത്തിയ സമയത്ത് കാര്യം പോലും പറയാതെ ഒരു കൂട്ടം പോലീസുകാർ നിങ്ങളെ നിലത്തിട്ട് ബൂട്ട് കൊണ്ട് ചവിട്ടുന്നു. ഇത് കൂടാതെ നിങ്ങളുടെ തലയിലും ദേഹത്തൊക്കെ തല്ലുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കുന്നു. പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അന്ന് പോലീസുകാർ അന്വേഷിച്ചു വന്ന കേസിലെ പ്രതിയെ ആയിരുന്നില്ല നിങ്ങൾ. നിങ്ങളുടെ അതേ പേരുള്ള വേറൊരാളെ അന്വേഷിച്ചു വന്നതാണ്. ആള് മാറി നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ചു കൊന്നു. കേരളത്തിലെ വരാപ്പുഴയിൽ ശരിക്കും സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണിത്. ശ്രീജിത്ത് എന്ന വ്യക്തിയെ ആള് മാറി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലിട്ട് ടോർച്ചർ ചെയ്ത് കൊന്നു. ഈ ക്രൂരപ്രവൃത്തി ചെയ്ത പോലീസുകാർക്ക് കിട്ടിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? 7 പേർക്ക് സസ്പെൻഷൻ. പക്ഷെ വെറും 8 മാസം കഴിഞ്ഞപ്പോൾ ഈ സസ്പെൻഷൻ മാറ്റി അവരെ തിരിച്ച് ഫോഴ്സിലേക്ക് എടുത്തു. ശ്രീജിത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പിക്ക് കിട്ടിയത് വെറും ഒരു വാണിംഗ് മാത്രം. ഈ സംഭവം കഴിഞ്ഞ് 7 വർഷമായിട്ടും ഇതുവരെ കോടതിയിൽ കേസിന്റെ വാദം പോലും തുടങ്ങിയിട്ടില്ല. ഇതുപോലത്തെ പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ എത്ര ഇൻസിഡൻസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കുന്നുംകുളത്ത് വെച്ച് സുജിത്ത് എന്ന വ്യക്തിയെ സ്റ്റേഷനിൽ ക്രൂരമായിട്ട് മർദ്ദിച്ച ഇൻസിഡന്റ്. അയാളെ സ്റ്റേഷനിൽ കുനിച്ചു നിർത്തി മുട്ടുകൈ വെച്ച് കുത്തുന്നു, തലക്കിടിക്കുന്നു. ഈ പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആള് കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോൾ CCTV ഫുട്ടേജിന് വേണ്ടി വിവരാവകാശം വഴി അപ്ലൈ ചെയ്തു. പക്ഷെ പോലീസ് കൊടുത്തില്ല. പിന്നീട് ആൾ അപ്പീലിന് പോയി, എന്നിട്ടും പോലീസ് കൊടുത്തില്ല. ലാസ്റ്റ് RTI കമ്മീഷണർ വഴി 2.5 വർഷം കഴിഞ്ഞാണ് ആൾക്ക് ഈ CCTV ഫുട്ടേജ് പോലും കിട്ടിയത്. അന്ന് ആളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആള് മദ്യപിച്ചിരുന്നു, പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നൊക്കെയായിരുന്നു കംപ്ലൈന്റ്. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ആള് മദ്യപിച്ചിരുന്നില്ല. ഇതിലെ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു പോലീസ് ഓഫീസറുടെ വീഡിയോ കണ്ടില്ലേ? നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഈ വീഡിയോയിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്, നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്ന ഇതേ പോലീസ് ഓഫീസറാണ് സ്റ്റേഷനിൽ വെച്ച് സുജിത്തിന്റെ തലയ്ക്കും മുഖത്തൊക്കെ ഇടിക്കുന്നത്. തലയ്ക്കൊക്കെ ഇത്രയും ഫോഴ്സിലുള്ള ഒരു ഇടി കൊണ്ടാ ചിലപ്പോൾ ആള് മരിച്ചു വരെ പോകാം. പരസ്യത്തിൽ പറയുന്ന ഒന്ന്, ഇൻ റിയാലിറ്റി ചെയ്യുന്നത് മറ്റൊന്ന്. എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പോലീസ് ഓഫീസർ ഒരു ഗർഭിണിയുടെ മുഖത്തടിക്കുന്നതും പിടിച്ച് തള്ളുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. തൃശ്ശൂരിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് നോക്കിയാൽ ഒരു ഓട്ടോ ഡ്രൈവറെ ക്രൂരമായിട്ട് മർദ്ദിച്ച ആൾ ഓൾമോസ്റ്റ് മരിക്കാറായി. ആൾക്ക് ലങ്സിൽ സർജറി വരെ ചെയ്യേണ്ടി വന്നു. കൊല്ലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2 ബ്രദേഴ്സിനെ പോലീസുകാർ ഇടിക്കുന്ന വീഡിയോ അടുത്തിടയ്ക്ക് വൈറലായിരുന്നു. ഈ ഇൻസിഡന്റ് വന്ന സമയത്ത് പോലീസുകാരുടെ ആദ്യത്തെ ക്ലെയിം സ്റ്റേഷനിൽ വെച്ച് ഇവർ പോലീസുകാരെ അറ്റാക്ക് ചെയ്തു എന്നതാണ്. പിന്നീട് CCTV ഫുട്ടേജ് പുറത്തു വന്നപ്പോഴാണ് ഇതിൽ ഒരാളെ ഒരു പോലീസുകാരനെ ആദ്യം കർണത്തടിക്കുകയും അയാൾ പ്രതികരിക്കുകയും അതിനുശേഷം ഇവരെ പോലീസുകാർ കൂട്ടം ചേർന്ന് നിലത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തതാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായത്. ഈ ഇൻസിഡന്റിനെ പറ്റി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അന്ന് ആ റിപ്പോർട്ടിൽ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനം നടന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്തു. പക്ഷേ ഇത് ചെയ്തത് ആരാന്നോ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ പേരോ ഡെസിഗ്നേഷനോ ഒന്നും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതായത് പോലീസ് ഓഫീസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് നൽകിയത്. തൃശ്ശൂരിലെ വേറൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഹോട്ടൽ മാനേജറെയും ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരനെയും ഒരു പോലീസ് ഓഫീസർ മാറി കർണത്തടിക്കുന്ന വീഡിയോ അടുത്തിടയ്ക്ക് വൈറലായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് പോലീസുകാരും പറയുന്ന വാക്കുകളും കേട്ട് കൈ കെട്ടി ഒട്ടും അഗ്രസീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ മാറി അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു പോലീസുകാരൻ ഒരാളെ ഇടിച്ചു കൂട്ടി പോലീസ് ജീപ്പിന്റെ ബാക്കിൽ കയറ്റുന്നു. ഈ സമയത്ത് അയാളെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് തലക്കടിക്കുന്നുണ്ട്. ഇതിനുശേഷം പിന്നീട് വീണ്ടും ഡോർ തുറന്ന് അയാളെ തല്ലുകയും അയാളുടെ കയ്യിലിരുന്ന മൊബൈൽ മേടിച്ച് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്യുന്നു.
പത്തനംതിട്ടയിൽ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഇടയിൽ കൊടുത്ത സമയം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു വാണിംഗ് പോലും കൊടുക്കാതെ ഒരു പോലീസുകാരൻ സ്റ്റേജിൽ കയറുന്നു, DJ ആർട്ടിസ്റ്റിന്റെ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിക്കുന്നു. ഇതൊക്കെ ഏത് നിയമപ്രകാരമാണ്? ഇനി വേറൊരു ഇൻസിഡന്റ്, ഒരു പോലീസുകാരന്റെ കല്യാണത്തിന് ഒരു വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നു. പക്ഷെ വീഡിയോ എടുത്തതിന് ശേഷം ഇയാൾ പകുതി പൈസ നൽകൂ എന്ന് പറയുന്നു. ഇത് എഗ്രി ചെയ്യാത്ത വീഡിയോഗ്രാഫറെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഇടിച്ച് ഈ വീഡിയോ റെക്കോർഡിങ്സും ഫോട്ടോസൊക്കെ മേടിക്കും. പലപ്പോഴും പോലീസുകാർ ഇല്ലാത്ത പവർ ഉപയോഗിക്കുകയോ പവർ ഓവർ യൂസ് ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. ഇതിന്റെ ഏറ്റവും കോമൺ സിറ്റുവേഷൻ ആണ് രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് പേരെന്താ, നാടെവിടെയാ, വീടെവിടെയാ, ഇവിടെ എന്താ ചെയ്യണേ, എന്തിനാ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുന്നത്. ഇതിന്റെ എത്ര വീഡിയോസ് ആണ് ഇന്റർനെറ്റിലുള്ളത്. രാത്രി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പോലീസുകാർ വന്നിങ്ങനെ പറയാം, രാത്രി നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ പറ്റില്ല. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ അവരെ തടയേണ്ടത് മോറൽ പോലീസിങ് കാണിച്ചുകൊണ്ടോ സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടോ അല്ല. അതുപോലെ ട്രാഫിക് സ്റ്റോപ്പുകൾ, പോലീസുകാർ വരുന്നു, വണ്ടി കൈ കാണിച്ച് നിർത്തുന്നു. ഈ വണ്ടി കൈ കാണിച്ച് നിർത്താൻ പോലീസുകാർ വരുന്ന വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ ഫിറ്റ്നസോ ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ചോദ്യം ചെയ്താൽ ഡ്യൂട്ടി തടസ്സപ്പെടത്തില്ലാവും. അവർ ചോദിക്കുന്ന ഫൈൻ അപ്പോൾ തന്നെ കൊടുത്താൽ യാതൊരു പ്രശ്നമില്ല. മറിച്ച് കോടതിയിൽ അടയ്ക്കാന്ന് പറഞ്ഞാലോ അപ്പം ആറ്റിറ്റ്യൂഡ് മാറും. ഈ കേസിൽ അയാൾക്ക് കിട്ടിയ ചല്ലാൻ കണ്ടാ അറിയാം അയാൾ പറയുന്ന സത്യമാണെന്ന്. കാരണം ചല്ലാനിൽ ആദ്യം 500 എഴുതിയത് വെട്ടി 2000 ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഇൻസിഡന്റ് ഒന്ന് നോക്കിയേ. ഇന്ദുറാണി എന്ന മേളാണ് മലപ്പുറം ട്രാഫിക് എസ് ഐയിലെ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഒരു ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞ കാരണത്താല് ഒരാളുടെ വണ്ടിയുടെ ഗർഭിണിയായിട്ടിരിക്കണ പെണ്ണ RC ബുക്കെല്ലാം കൊണ്ടുപോയി ആ മൊബൈൽ തിരിച്ചു തരുന്നു. അധികാരികൾ ഇങ്ങനെ സാധാരണക്കാരെ സാധാരണക്കാരെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ വണ്ടിയും മൊബൈൽ ഫോണും തമ്മിൽ എന്താണ് ബന്ധം? ചില ആളുകൾക്ക് യൂണിഫോം ഇട്ട എന്തും ചെയ്യാൻ അധികാരം കിട്ടിയ പോലെയുള്ള ബിഹേവിയറാണ്. ഇനി പോലീസുകാരുടെ വേറൊരു കലാപരിപാടിയാണ് വണ്ടിയുടെ താക്കോൽ ഊരിക്കൊണ്ടു പോകുന്നതും വണ്ടി തള്ളി മാറ്റി വെക്കാൻ പറയുന്നതൊക്കെ. ഇതെല്ലാം മിസ്യൂസ് ഓഫ് പവറാണ്. ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തെന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു പോലീസുകാരൻ ബൂട്ടിട്ട കാലുകൊണ്ട് ഒരാളുടെ വയറ്റത്ത് ചവിട്ടുന്നു. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യാം, ആൾക്ക് ഫൈൻ അടിക്കാം, വേണമെങ്കിൽ ആളെ പിടിച്ച് ജയിലിലിടാം. പക്ഷെ ഒരാളെ ഇങ്ങനെ ചവിട്ടാനുള്ള അധികാരം ആരാണ് പോലീസിന് നൽകിയിട്ടുള്ളത്? ഈ ഇൻസിഡൻസ് എല്ലാം വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ? ഏതാനും ചില പോലീസുകാർ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണോ ഇതെല്ലാം? NCRB ഡാറ്റ പ്രകാരം 2016 തുടങ്ങി 2024 വരെയുള്ള 8 വർഷത്തിന്റെ ഇടയിൽ 16 പേർക്കാണ് കേരളത്തിൽ ലോക്കപ്പ് മരണം സംഭവിച്ചത്. 2017 വെറും 19 വയസ്സുള്ള വിനായകൻ, അന്ന് അയാളുടെ മരണം സൂയിസൈഡ് ആണെന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് സീരിയസ് ആയിട്ടുള്ള കസ്റ്റോഡിയൽ ടോർച്ചറിന്റെ മാർക്കുകളും ഇഞ്ചുറീസും അയാളുടെ ബോഡിയിൽ കണ്ടെത്തിയത്. അന്ന് പോലീസുകാർക്ക് കിട്ടിയ ശിക്ഷ വെറും സസ്പെൻഷൻ മാത്രമാണ്. അതും 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരെ ഫോഴ്സിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. 2018 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ശ്രീജിത്തിന്റെ കേസ്, അന്ന് ശ്രീജിത്തിന്റെ മരണ കാരണമായിട്ട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞത് ബൂട്ടിട്ട് വയറ്റത്ത് കിട്ടിയ ചവിട്ട് മൂലം ഉണ്ടായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്. അന്നും പോലീസ് ഓഫീസേഴ്സിന് സസ്പെൻഷൻ കിട്ടി. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവരെ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് എടുക്കുകയും ചെയ്തു. 2019 രാജ്കുമാർ എന്ന വ്യക്തിയുടെ മരണം. 4 ദിവസമാണ് പോലീസ് ഓഫീസേഴ്സ് ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ ചെയ്തത്. ഓട്ടോപ്സി റിപ്പോർട്ടിലെ ഫ്രാക്ചേഴ്സ് ഉൾപ്പെടെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആണ് കണ്ടെത്തിയത്. 9 പോലീസുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അന്ന് CBI ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. പക്ഷേ ഇന്നേ വരെ ഇതിൽ ഒരാളെ പോലും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടില്ല. 2020 ഷമീർ എന്ന വ്യക്തിയുടെ മരണം. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 40 കൂടുതൽ ഇഞ്ചുറീസ് ആണ് അന്ന് കണ്ടെത്തിയത്. 6 പ്രിസൺ ഓഫീസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസും എടുത്തിരുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരെ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് എടുക്കുകയും ചെയ്തു. 2021 വടകര MLA ആയിട്ടുള്ള KK രമ കേരളത്തിലെ എത്ര പോലീസുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിമിനൽ നടപടികൾ നടക്കുന്നുണ്ടെന്നും ഇതിൽ എത്ര പേര് ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും ഒരു ചോദ്യം അസംബ്ലിയിൽ ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ട് ഹോം മിനിസ്റ്റർ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് 774 പോലീസുകാരെന്നാണ്. ഈ 774 എന്ന നമ്പറിനെ ടോട്ടൽ കേരള പോലീസിന്റെ സ്ട്രെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ പോലീസുകാരിൽ 100 പേരിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. പോലീസ് ഫോഴ്സിലെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനലൈസേഷനെ പറ്റി ഒപ്പോസിഷൻ പാർട്ടിയിലെ പല മെമ്പേഴ്സ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവർ അസംബ്ലിയിൽ ഈ ഇഷ്യൂ റേസ് ചെയ്തിരുന്നു. ഒരു വട്ടം വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് വരെ നടത്തി.
ഒപ്പോസിഷൻ പറയുന്ന പോട്ടെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ പലവട്ടം പോലീസ് സേനയിൽ ഇങ്ങനെ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും അർഹതയില്ലാത്ത ആളുകളുണ്ടെന്നും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് പറ്റുന്നില്ല. ഇനിയാണ് യഥാർത്ഥ ചോദ്യം, എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒന്നാമത്തെ റീസൺ, അധികാരം കയ്യിലേക്ക് വരുമ്പോൾ ചില പോലീസുകാരുടെ മൈൻഡ് സെറ്റിൽ വരുന്ന മാറ്റമാണ്. കൊളോണിയൽ കാലത്തിന്റെ റിഫ്ലക്ഷൻ ഇന്നും നമ്മുടെ സൊസൈറ്റി കാണാം. അതായത് ജനങ്ങൾക്ക് പോലീസിനെ ഇന്നും പേടിയാണ്. അതുപോലെ തന്നെ പോലീസുകാർക്ക് യൂണിഫോം ഇട്ടാൽ എന്തും ചെയ്യാമെന്നൊരു ധൈര്യവും. പോലീസുകാരെ കാണുമ്പോൾ സേഫ്റ്റി ഫീൽ ചെയ്യുന്നതിന് വരും ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഭയമാണ്. ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഭയവും പിന്നെ അധികാരത്തിന്റെ പവറും ചില പോലീസുകാർ ശരിക്കും എൻജോയ് ചെയ്യും. യൂണിഫോം ഇട്ടാൽ ആരെയും തല്ലാം, ആരെയും തെറി വിളിക്കാം, എന്തും ചെയ്യാം. സാധാരണ ജനങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു ഫീലിംഗ്. കേരളത്തിലെ ട്രാഫിക് AI ക്യാമറാസ് നിലവിൽ വന്ന ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണിത്. പാലിക്കുന്നുണ്ട്, എല്ലാവരും കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മാത്രമല്ല പോകുന്നുള്ളൂ. അവര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത്. എന്തായാലും ഇല്ല അതാണ് അതല്ല, അതായത് നമ്മൾ പ്രതികരണം തേടിയ പോലീസ് ഉദ്യോഗസ്ഥർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എല്ലാവരും നിയമമൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസർ പക്ഷെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എന്തേ പോലീസുകാർക്ക് സീറ്റ് ബെൽറ്റ് ഇടണ്ടേ? കേരളത്തിൽ ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് നിയമങ്ങളൊന്നും പാലിക്കണ്ട. കാരണം ഈ നിയമങ്ങളൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ്. പോലീസുകാർ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ഇടാത്തതെന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ നേരെ നീ പോലീസുകാരനെ നിയമം പഠിപ്പിക്കാറായോടാ എന്ന് ചോദിച്ച് തട്ടി കയറുന്ന പോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പോലീസിന് നിയമം തെറ്റിക്കാവോ? ഞാൻ ചോദിച്ചു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? അത് ഇട്ടാൽ മതിയല്ലോ, പ്രശ്നം തീർന്നില്ലേ? പോലീസിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. നിയമം എല്ലാവർക്കും പാലിക്കണം. ശരി, കാണും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലീസുകാരെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ അതിപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടായാലും പോലീസുകാരെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നൊരു കേസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കള്ളക്കേസ് ചാർജ് ചെയ്യുക. ഇങ്ങനെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കുന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്, ബ്രദർഹുഡ്. അതായത് പോലീസ് സേനയിലെ ആളുകൾ പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 2010-നും 2015-നും ഇടയിൽ ഇന്ത്യയിൽ കസ്റ്റഡിയിൽ മരിച്ചത് 600ഓളം ആളുകളാണ്. പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവാത്ത കാരണം പല പോലീസുകാരും മറ്റ് പോലീസുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സാക്ഷി പറയാത്തതും ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടത്താത്തതുമാണെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പല കസ്റ്റഡി മരണ കേസുകളിലും പോലീസുകാർക്ക് നിസാര ശിക്ഷ മാത്രം കിട്ടി ഏതാനും കുറച്ച് നാളത്തെ സസ്പെൻഷന് ശേഷം തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതും ഈ ബ്രദർഹുഡ് സപ്പോർട്ട് കൊണ്ടാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. സാറേ ചുമ്മാ തല്ലല്ലേ സാറേ ഞങ്ങള് എനിക്ക് ഹോസ്പിറ്റലിൽ പണിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പണിക്ക് ചെലവേനിക്കുന്നത് എന്നെ ചെലവേനിക്കുന്നത് എന്നെ ചെലവേനിക്കുന്നു എടുത്തെടുത്ത് രണ്ടുപേരും എടുത്തു. ആ പിള്ളേർ രണ്ടും എടുത്തു. വീഡിയോ ഇവിടെ നിന്നുകൊണ്ട് എടുത്തായിരുന്നു. ഇവിടെ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവര് അടി ഉണ്ടായിട്ടില്ല എടുത്തത്. വീണ്ടും കാണിച്ചു. ആ 2 വീഡിയോയിലുണ്ട്. സാർ അടിക്കുന്നതായിട്ട് വീഡിയോയിലുണ്ട്. സാറിലത് പരിഹരിച്ചാൽ മതി. സാർ എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. എന്നെ പിടിച്ച് തള്ളി. എന്റെ യൂണിഫോമിൽ കയറി പിടിച്ചു. ഒരാളെ സ്റ്റേഷനിൽ വെച്ച് തല്ലിയ വീഡിയോ അയാൾ എടുത്തിട്ടുണ്ടെന്ന് ഒരു വനിതാ പോലീസുകാരി ഒരു ഓഫീസറോട് പറയുന്നു. അപ്പോൾ ആ ഓഫീസർ പറയുന്ന മറുപടിയാണ് അയാൾ ഈ പോലീസ് ഓഫീസറുടെ യൂണിഫോമിൽ കയറി പിടിച്ച് തള്ളി എന്നുകൂടി ആ ഫയലിൽ എഴുതി ചേർക്കാൻ, അതായത് കള്ളക്കേസ് എടുക്കാൻ. ഇത് ബാക്കിയുള്ള പോലീസുകാരെ അനുസരിക്കുകയും ചെയ്യുന്നു. ഈ പരസ്പരമുള്ള സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഡ്യൂട്ടി ടൈമിൽ പല പോലീസ് ഓഫീസേഴ്സും മദ്യപിക്കുന്നത്. കാരണം അവരെ ചെക്ക് ചെയ്യാൻ ആരുമില്ല. മാത്രമല്ല ബാക്കിയുള്ള പോലീസുകാർ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയില്ല. പിന്നെ ഈ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പോലെ പോലീസ് ജീപ്പിലിരുന്ന് മദ്യപിക്കുന്ന വീഡിയോ, അടിച്ച് ഓഫായി പോലീസ് ജീപ്പിൽ കിടക്കുന്ന വീഡിയോസൊക്കെ വൈറലാകുമ്പോൾ മാത്രമേ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ മദ്യപാനം ആര് ചോദിക്കാൻ, ആരോട് പറയാൻ.
സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലുള്ള ഒരു സിസ്റ്റം ഇന്നിവിടെ ഇല്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പോലീസുകാരന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന പോലീസുകാർ വരൂ സാർ കംപ്ലൈൻറ്റ് എഴുതി തരൂ ഞങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ പോലീസ് ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ ആകെ ഉള്ളത് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയാണ്. ഒരു റിട്ടയർഡ് ജഡ്ജാണ് അതിൻ്റെ ചെയർമാൻ. പക്ഷേ ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് ഒരു കേസ് അന്വേഷിച്ച് അതിലൊരു പോലീസുകാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കാനുള്ള പവേഴ്സ് ഇല്ല. മറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് നടപടി റെക്കമെൻഡ് ചെയ്യാം. പലപ്പോഴും ഈ റെക്കമെൻഡേഷൻസ് ഒന്നും പാലിക്കപ്പെടാറില്ല. അതായത് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യാറില്ല. 2025 സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ ചെയർമാനോട് നിങ്ങളുടെ റെക്കമെൻഡേഷൻ്റെ പുറത്ത് എത്ര പോലീസ് ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡാറ്റ അവരുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. ഒട്ടും പവേഴ്സ് ഇല്ലാത്ത ഒരു പേപ്പർ ടൈഗർ ഏജൻസിയാണ് ഇന്ന് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടം. 2017 800ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന ഈ ഏജൻസിയിൽ ഇപ്പോൾ 2024 രജിസ്റ്റർ ചെയ്യുന്നത് 100-ൽ താഴെ കേസസ് മാത്രമാണ്. ഇതിന് പുറമെയാണ് പോലീസുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പരാതി വരുമ്പോൾ സീനിയർ ഓഫീസേഴ്സ് പോലീസ് സേനയുടെ ഫേസ് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ രംഗത്ത് വരുന്നത്. ആദ്യം ഇവർ ഈ കേസൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നീട് തെളിവുകൾ വരുമോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയ നടപടികൾ സ്വീകരിക്കും. പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ CCTV ഫൂട്ടേജസ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ DGP ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട്. ഇതിൽ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ ഇടിക്കരുതെന്നല്ല പറയുന്നത്, മറിച്ച് CCTV ഉണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. അതായത് സ്റ്റേഷനിൽ CCTV ഉണ്ട്, ഇനി ഇടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നു. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇടിച്ചോളാനാണോ ഇതിൻ്റെ അർത്ഥം? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോലീസുകാരൻ മാങ്ങ മോഷ്ടിച്ച കേസ് ഓർമ്മയുണ്ടോ? ഏതാനും കുറച്ച് കിലോ മാങ്ങ മോഷ്ടിച്ചതിൻ്റെ പേരിൽ അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കാരണം അയാൾ പോലീസിൻ്റെ ഇമേജ് മോശമാക്കിയത്. പക്ഷേ നമ്മുടെ സ്റ്റേഷനുകളിൽ ആളുകൾ ഇടിച്ചു കൊല്ലുന്ന പോലീസുകാരെ ഡിസ്മിസ് ചെയ്യുന്നില്ല. ഒരാളുടെ ജീവനേക്കാളും വിലയാണോ മാങ്ങയ്ക്ക് കേരള പോലീസ് നൽകുന്നത്? നമ്മുടെ പോലീസ് ഫോഴ്സിന് മുകളിലുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പലപ്പോഴും ഈ ക്രിമിനൽ സ്വഭാവം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ ആവാറുണ്ട്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും ഈ ഇഷ്യൂ റേസ് ചെയ്യാറുണ്ട്. ഭരിക്കുന്ന പാർട്ടി പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഭരിക്കുന്ന പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകൾ പലപ്പോഴും വൺ സൈഡഡ് ആയിട്ട് പെരുമാറും. പോലീസുകാർക്ക് പൊളിറ്റിക്കൽ അഫിലിയേഷൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷെ റീസെൻ്റ്ലി പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ അവരുടെ ലോഗോ റെഡ് കളറിലേക്ക് മാറ്റിയതും പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിലെ ആളുകൾ പാർട്ടി സമ്മേളനത്തിന് വരുന്ന പോലെ റെഡ് ഷർട്ട് ഇട്ട് വന്നതൊക്കെ ഈ പൊളിറ്റിസൈസേഷൻ്റെ തെളിവാണ്. ഇതൊക്കെ വഴി പോലീസ് ഫോഴ്സിൻ്റെ പ്രൊഫഷണലിസമാണ് നഷ്ടപ്പെടുന്നത്. ഇതിന് പുറമെയാണ് പാർട്ടി പ്രവർത്തകരെ കള്ളത്തരം കാണിച്ച് പോലീസ് ഫോഴ്സിൽ കയറ്റാൻ ശ്രമിക്കുന്ന ഇഷ്യൂസ്. പോലീസ് റിക്രൂട്ട്മെന്റ് എക്സാംസിലെ കോപ്പിയുടെയും യൂണിവേഴ്സിറ്റി കോളേജിൽ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം ചോർന്നതും പോലീസ് എക്സാമിൽ ടോപ്പ് റാങ്കിലെത്തിയ SFI പ്രവർത്തകരെ കോപ്പി അടിച്ചതാണെന്ന് പിന്നീട് തെളിഞ്ഞതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് ഫോഴ്സ് ആണെന്നൊക്കെ പറയുമ്പോഴും ലോകത്തിലെ മറ്റ് പോലീസ് ഫോഴ്സസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരള പോലീസ് ഇന്നും ഒരു പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള ഫോഴ്സാണ്. ഇന്ന് ലോകത്തിലെ ടോപ്പ് പോലീസ് ഫോഴ്സസ് നോക്കിയാൽ അതിൽ റിക്രൂട്ട്മെന്റ് സ്റ്റേജിലും അതുപോലെ തന്നെ കരിയറിലെ പല ഫേസസിലും ആളുകൾക്ക് സൈക്ക് ഇവാലുവേഷൻസ് അഥവാ മെന്റൽ ഇവാലുവേഷൻസ് നടത്തും. ഇതുവഴി ആളുകളുടെ മെന്റൽ ഫിറ്റ്നസ് കണ്ടെത്താൻ പറ്റും. ഇത് ഇന്നും കേരള പോലീസിൽ നടപ്പാക്കിയിട്ടില്ല. അതുപോലെ ടെക്നോളജിയുടെ കേസ് നോക്കിയാൽ റൈറ്റ് കൺട്രോൾ, ലാത്തി ചാർജ് വളരെ പഴയ സിസ്റ്റമാണ് ഇന്നും കേരള പോലീസ് ഫോളോ ചെയ്യുന്നത്. 2018 കേരള പോലീസിൽ ബോഡി ക്യാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ഒരു പോലീസ് ഓഫീസറുടെ ദേഹത്ത് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് അയാളുടെ എല്ലാ ആക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. 2018 കേരള പോലീസിൽ ബോഡി ക്യാം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾസ് ഉണ്ടായി. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു പോലീസ് ഓഫീസറുടെ ദേഹത്തും ഈ ബോഡി ക്യാം കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നും കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും CCTV ക്യാമറാസ് പോലും ഫിറ്റ് ചെയ്തിട്ടില്ല. ഈ അടുത്തിടയ്ക്ക് ഹൈക്കോടതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻസിലും CCTV ക്യാമറ നിർബന്ധമായിട്ട് വെക്കണമെന്ന് പറയുക പോലും ചെയ്തിരുന്നു. ഈ പോലീസ് ഫോഴ്സിനെ ഇന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പവർ ഗവൺമെൻറ്റാണ്. നമ്മുടെ ഗവൺമെൻറ്റിലിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റൂ. ഇന്ന് ഈ ഗവൺമെൻറ്റിലിരിക്കുന്ന പല പൊളിറ്റീഷ്യൻസും പണ്ട് പോലീസ് ബ്രൂട്ടാലിറ്റി ഫേസ് ചെയ്തവരുമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എമർജൻസി ടൈമിൽ ക്രൂരമായിട്ടുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് ഇരയായ വ്യക്തിയാണ്. അതുപോലെ മന്ത്രി P. രാജീവ്, അദ്ദേഹം ഒരുപാട് പോലീസ് ലാത്തിചാർജുകൾ ഫേസ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഇവരൊന്നും പവറിൽ വന്ന ശേഷം ഇവർക്ക് പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ അതെയോ കൺട്രോൾ ചെയ്യാത്തതാണോ എന്നൊരു സംശയം പോലും ആളുകൾക്ക് തോന്നിപ്പോകുന്നു. കാരണം നവകേരള യാത്രയുടെ സമയത്തൊക്കെ ഈ പോലീസുകാർ കാണിച്ച ബ്രൂട്ടാലിറ്റിയെ ഒരർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ബ്രൂട്ടാലിറ്റി അനുഭവിച്ചിട്ട് പോലും ഇന്ന് ഇത് അനുഭവിക്കുന്ന ആളുകളോട് ഒരു എമ്പതി ഇല്ലാത്ത പോലെ നമ്മുടെ ഗവൺമെൻറ് പെരുമാറുന്നു.
ഒരർത്ഥത്തിൽ ഗവൺമെന്റിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ പോലീസുകാരെ എങ്ങനെ ജനങ്ങൾ തങ്ങളുടെ പ്രൊട്ടക്ടേഴ്സായിട്ട് അംഗീകരിക്കും? പേരിൽ ജനമൈത്രി എന്നിട്ടിട്ട് ജനങ്ങളെ മൈ വെച്ചുള്ള തെറി വിളിക്കുന്നത് ആവരുത് പോലീസ് സേന. പോലീസിനെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം. അതിനുവേണ്ടി കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ഒന്ന് കേരള പോലീസ് ഓവർഹോൾ ചെയ്യണം. അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.